ഒറ്റ മിനിറ്റ് സലീം. അവിടെ വിലവർദ്ധനയ്ക്കെതിരെ നിയമസഭയിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയാണ്. അവിടെ ജലപീരങ്കി പ്രയോഗം അടക്കം ഉണ്ടാകുന്നുണ്ട്. അരിവെക്കുന്ന പാത്രമൊക്കെയാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ അരിവെക്കുന്ന പാത്രങ്ങളൊക്കെ ബാരിക്കേഡിലേക്ക് എറിഞ്ഞുകൊണ്ട് മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധം. പോലീസ് ജലപീരങ്കി ഒന്നോ രണ്ടോ തവണ ജലപീരങ്കി പ്രയോഗമുണ്ടായി. പ്രതിഷേധക്കാർക്ക് നേരെ ബാരിക്കേഡിന് മുകളിലേക്ക് കയറാനുള്ള ശ്രമം അല്പസമയം നടത്തിയിരുന്നു മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. രൂക്ഷമായ വിലവർദ്ധനയ്ക്കെതിരെയാണ് മഹിളാ കോൺഗ്രസിൻ്റെ അരിക്കലമൊക്കെ ഉള്ള അവിടെ പ്രതിഷേധ മാർച്ച്, നിയമസഭയിലേക്കുള്ള പ്രതിഷേധ മാർച്ച്. വാട്ടർ ജെറ്റ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ജലപീരങ്കിയിലും പിരിഞ്ഞു പോകാതെ മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ശക്തമായ ജലപീരങ്കി പ്രയോഗം അവിടെ നടക്കുകയാണ്. വീട്ടിൽ കഞ്ഞി വെക്കുന്ന പാത്രം ഒക്കെ കൊണ്ടാണ് മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഉണ്ടാകുന്നത്. വ്യത്യസ്തമായ ഒരു പ്രതിഷേധ രീതി തന്നെയാണെന്ന് പറയേണ്ടി വരും. MG പ്രതീഷ് വരുന്നു. പ്രതീഷ്, അരിക്കലങ്ങളുമായി മഹിളാ കോൺഗ്രസിന് സമരം എന്തിനാണ് പ്രതീഷ്? ഹാഷ്മി, വിലവർദ്ധനയ്ക്കെതിരെയാണ് കഞ്ഞിക്കലങ്ങളുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നു മാർച്ച്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. പ്രതിപക്ഷ നേതാവ് പോയതിന് പിന്നാലെയാണ് പ്രവർത്തകർ കൂടുതൽ പ്രതിഷേധിക്കാൻ തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ ബാരിക്കേഡിന് മുകളിൽ കയറി വനിതാ പ്രവർത്തകരടക്കം പ്രതിഷേധം തീർത്തു. എന്നാൽ പോലീസ് സംയമനം പാലിച്ചു. പിന്നീട് ബാരിക്കേഡ് മറച്ചിടാനുള്ള ഒരു ശ്രമം വനിതാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതോടുകൂടിയാണ് പോലീസ് ആദ്യ ജലപീരങ്കി പ്രയോഗിച്ചത്. പിന്നീട് രണ്ടാമതും പ്രതിഷേധം കടുത്തതോടുകൂടി തന്നെ പോലീസ് രണ്ടാമതും ജലപീരങ്കി പ്രയോഗിച്ചു. ഈ കൊണ്ടുവന്ന ചട്ടികളൊക്കെ തന്നെ പൊട്ടിച്ച് ഇത് പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു. വലിയ തരത്തിലുള്ളൊരു പ്രകോപനം പോലീസിന് മുന്നിലും വനിതാ പ്രവർത്തകർ തീർത്തിരുന്നു. പ്രധാനമായും വിലക്കയറ്റം, സിവിൽ സപ്ലൈസിൽ അവശ്യ സാധനങ്ങൾ, സബ്സിഡി സാധനങ്ങൾ ഒന്നും തന്നെ കിട്ടാനില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പോലീസിന് നേരെ പരമാവധി പ്രകോപനം തീർത്തുകൊണ്ട് ഈ കുപ്പിവെള്ളത്തിന്റെ ബോട്ടിലുകളും ഒപ്പം ഇവർ കൊണ്ടുവന്ന ചട്ടി തറയിൽ അടിച്ച് പൊട്ടിച്ചതിന് ശേഷം ഇതിന്റെ അവശിഷ്ടങ്ങൾ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധവും വനിതാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. കഞ്ഞിക്കലമടക്കം ഉയർത്തിക്കാട്ടിയാണ് ഇന്ന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ജബി മേത്തർ MPയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഈ സിവിൽ സപ്ലൈസിൽ സബ്സിഡി സാധനങ്ങൾ ഒന്നും തന്നെ കിട്ടാനില്ല, ഭക്ഷ്യമന്ത്രി വാ തുറക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഈ വിലക്കയറ്റം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുമ്പോഴും വിപണി വിലയെ പിടിച്ചു നിർത്താൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള ആവശ്യങ്ങൾ എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു നിയമസഭയിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഈ പാളയത്ത് നിന്ന് കഞ്ഞിക്കലങ്ങളുമായാണ് 100ഓളം വരുന്ന വനിതാ പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. നിയമസഭയ്ക്ക് തൊട്ട് മുന്നിൽ വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് ഈ മാർച്ച് തടയുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ചെറിയ പ്രകോപനങ്ങൾ വനിതാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലും പോലീസ് സംയമനം പാലിച്ചു. പിന്നീട് ബാരിക്കേഡ് മറികടക്കാനും ഒപ്പം ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചതോടുകൂടിയാണ് പോലീസ് ഒരു പ്രതിരോധം എന്ന നിലയിൽ ജലപീരങ്കി പ്രയോഗിച്ചത്. 2 തവണയാണ് ജലപീരങ്കി വനിതാ പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചത്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും വനിതാ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. ഈ കഞ്ഞിക്കലങ്ങൾ ഉയർത്തിക്കാട്ടി പോലീസിനും സർക്കാരിനുമെതിരെ വനിതാ പ്രവർത്തകർ ഇപ്പോഴും മുദ്രാവാക്യം വിളിക്കുകയാണ്. വലിയ തരത്തിലൊരു പ്രതിഷേധം ഏകദേശം 1 മണിക്കൂറോളമായി വനിതാ പ്രവർത്തകരുടെ പ്രതിഷേധം നിയമസഭയ്ക്ക് മുന്നിൽ തുടരുകയാണ്. നിയമസഭയിലേക്കുള്ള മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. 1-2 ആവർത്തി ജലപീരങ്കി പ്രയോഗമുണ്ടായി. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ബാരിക്കേഡിന് മുന്നിൽ തന്നെ തടിച്ചുകൂടിയെന്ന് വിലക്കയറ്റത്തിനെതിരെ സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ്. ജാസ്മിൻ ജീവനോട് ചോദിക്കുന്നുണ്ട്. ആഷ്മി ബ്രോ, പെൻഷൻ കൊടുക്കാൻ വേണ്ടി പിരിച്ച് പെട്രോൾ ഡീസൽ സെസ് അവിടെ ചോദിക്കുന്നുണ്ട്. ധനമന്ത്രി പറയേണ്ട കാര്യമാണ്. ധനമന്ത്രി പക്ഷേ ഞാൻ ഒരിടത്ത് പറഞ്ഞു കേട്ടത് അത് ക്ഷേമ പെൻഷന് വിനിയോഗിക്കുന്നു, പക്ഷേ തികയുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയെങ്കിൽ എത്ര രൂപ പിരിച്ചു, എത്രയാണ് ക്ഷേമ പെൻഷൻ മാറ്റിവെച്ചതെന്ന് അടക്കം കേരളത്തിന് അറിയാൻ ഉറപ്പായ അവകാശമുണ്ട്. റിൻഷാദ് പറയുന്നു പെൻഷൻ കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ള പെൻഷൻ അർഹതപ്പെട്ടവർക്ക് മാസം കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറയുന്നു. വീണ്ടും ജലപീരങ്കി. അവിടെ മഹിളാ കോൺഗ്രസിൻ്റെ വിലവർദ്ധനയ്ക്കെതിരായ കഞ്ഞിക്കലങ്ങളുമേന്തിയ ആ സമരത്തിലേക്ക് വീണ്ടും ജലപീരങ്കി പ്രതിഷേധമുണ്ടാകുന്നു. അവിടെ നേരത്തെ പറയുന്നത് പോലെ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. പോലീസിന് നേരെ ചട്ടിയേറുണ്ട്. ജലപീരങ്കി പ്രയോഗം പലയാവർത്തിയാവുന്നു. MG പ്രതീഷ്, ഇത് 3-ാം ജലപീരങ്കി പ്രയോഗമാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല അല്ലേ? ഹാഷ്മി, വനിതാ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം വനിതാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. 3-ാം തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു വനിതാ പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ വനിതാ പ്രവർത്തകയുടെ ഒരു സാഹചര്യം എന്താണ് എന്നതാണ് മറ്റ്
സമരക്കാർ അടക്കം ഇപ്പോൾ നോക്കുന്നത്. ഈ ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെയാണ് വനിതാ പ്രവർത്തക നിലത്തേക്ക് വീണത്. ഈ പരിക്കേറ്റ വനിതാ പ്രവർത്തകയെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള, ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഒപ്പമുള്ള സമരക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആദ്യം വളരെ സംയമനത്തോടു കൂടി വളരെ സമാധാനപരമായി തുടങ്ങിയ ഒരു പ്രതിഷേധ മാർച്ചാണ് പിന്നീട് ഒരു സംഘർഷത്തിലേക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിരോധത്തിലേക്കും ജലപീരങ്കിലേക്കും കടന്നിരിക്കുന്നത്. ഒരു വനിതാ പ്രവർത്തകയ്ക്ക് പരിക്കേറ്റു. ആദ്യഘട്ടത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും ഈ വനിതാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഈ പ്രകോപനം തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ബാരിക്കേഡിന് സമീപത്തേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തി. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം വനിതാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. പിന്നീട് പോലീസിന് നേരെ ഇവർ കൊണ്ടുവന്ന ചട്ടിയടക്കം അതിന്റെ അവശിഷ്ടങ്ങളടക്കം പോലീസിന് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതോടുകൂടിയാണ് പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പരിക്കേറ്റ വനിതാ പ്രവർത്തകയെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ജബി മേത്തറുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഈ ജലപീരങ്കിയിൽ ജബി മേത്തർക്കടക്കം പരിക്കേറ്റു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ ജബി മേത്തർ അടക്കം ഈ ജലപീരങ്കിയുടെ ഈ ഒരു ശക്തി കൊണ്ട് നിലത്ത് വീഴുന്ന സാഹചര്യമുണ്ടായി. ഇവരെ ഇവിടെ നിന്ന് മാറ്റാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ മറ്റ് ആംബുലൻസ് സൗകര്യം അടക്കം വേണമെന്നൊരു ആവശ്യം വനിതാ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും മുദ്രാവാക്യം വീണ്ടും മുടങ്ങുകയാണ്. പോലീസിനെതിരെയും സർക്കാരിനെതിരെയും വനിതാ പ്രവർത്തകർ കൂടുതൽ മുദ്രാവാക്യം വിളിക്കുന്നു. അവർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. പ്രധാനമായും വിലക്കയറ്റം ഉയർത്തിക്കാട്ടിയായിരുന്നു ഈ മൺകലങ്ങളുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ പോലീസിനെതിരെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. ഈ സമരങ്ങളെ അടിച്ചമർത്താൻ പോലീസ് ശ്രമിക്കുന്നു എന്നതാണ് പ്രധാനമായും മുദ്രാവാക്യമായി ഉയർത്തിക്കാട്ടുന്നത്. വലിയ തരത്തിലൊരു പ്രതിഷേധം സർക്കാരിനെതിരെ വിലക്കയറ്റങ്ങളിൽ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ സർക്കാർ വിപണിയിൽ യാതൊരു ഇടപെടലും നടത്തുന്നില്ല. ഭക്ഷ്യമന്ത്രി ജനങ്ങൾക്ക് വേണ്ടി ഒന്നും സംസാരിക്കുന്നില്ല, മൗനമായി ഇരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കം ഇതിൽ ഇടപെടുന്നില്ല എന്നതാണ് പ്രധാനമായും ഇപ്പോൾ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പരിക്കേറ്റ വനിതാ പ്രവർത്തകരെയാണ്. ഈ ജലപീരങ്കിയെ തുടർന്നാണ്, ഈ ജലപീരങ്കി ദേഹത്ത് പതിച്ചതിനെ തുടർന്നാണ് ഇവർക്ക് ചെറിയ ദേഹാസ്വാസ്ഥ്യം വനിതാ പ്രവർത്തകർക്ക് ഉണ്ടായത്. ഈ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ വനിതാ പ്രവർത്തകർക്ക് വെള്ളമടക്കം മറ്റ് ഒപ്പമുണ്ടായിരുന്ന സമരക്കാർ കൊടുക്കുന്നുണ്ട്. ഒന്നിലധികം പ്രവർത്തകർക്കാണ് ഈ ജലപീരങ്കിയെ തുടർന്ന് ചില പരിക്ക് ഏറ്റിട്ടുള്ളത്. ഈ പരിക്കേറ്റ പ്രവർത്തകരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ കൂടെയുള്ള മറ്റ് സമരക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും വലിയ ഒരു പ്രതിഷേധം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായി. വലിയ തരത്തിൽ പോലീസിനെതിരെയും സർക്കാരിനെതിരെയും വനിതാ പ്രവർത്തകർ പ്രതിഷേധിച്ച് ബാരിക്കേഡ് മറികടന്ന് ബാരിക്കേഡിന് മുകളിൽ കയറി വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അങ്ങനെയാണ് ജലപീരങ്കി 3 തവണ പ്രയോഗിച്ചതും ആ ജലപീരങ്കി പ്രയോഗിച്ച ഘട്ടത്തിൽ 3ാമത് ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ 1-2 പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെ ഇപ്പോൾ പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ ഈ വനിതാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത്തരം സമരങ്ങളെ അടിച്ചമർത്താൻ പോലീസ് ശ്രമിക്കുന്നു. സർക്കാരിന്റെ ഒത്താശയോടുകൂടി തന്നെ സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് ഓരോ സമരങ്ങളെയും സർക്കാർ അടിച്ചമർത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഈ പരിക്കേറ്റ ഒന്നിലധികം പ്രവർത്തകർ ഇപ്പോഴും നിലത്ത് കിടക്കുകയാണ്. ഇവരെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന ഒരാവശ്യമാണ് പ്രധാനമായും പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഈ ജലപീരങ്കിയെ തുടർന്നാണ് 1-2 പ്രവർത്തകർക്ക് പരിക്കേറ്റത്. ഈ പരിക്കേറ്റ പ്രവർത്തകർ ഇപ്പോഴും ഈ തറയിൽ കിടക്കുകയാണ്. ഈ തറയിൽ കിടക്കുന്ന പ്രവർത്തകരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നൊരു ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലൊരു പ്രതിഷേധം നിയമസഭയ്ക്ക് മുന്നിൽ ഉണ്ടായി. ഏകദേശം 1-1.5 മണിക്കൂറോളം ഈ പ്രതിഷേധം ആരംഭിച്ചിട്ട്, പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ വളരെ സമാധാനപരമായിരുന്നു പ്രതിഷേധം നടന്നതെങ്കിൽ അവസാനം പ്രതിപക്ഷ നേതാവ് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് പോയ ശേഷമാണ് അതൊരു സംഘർഷത്തിലേക്ക് പോയത്. ഇപ്പോൾ ഈ കൂടുതൽ മറ്റ് വനിതാ പ്രവർത്തകർക്ക് പരിക്കേറ്റതോടുകൂടി തന്നെ കൂടുതലൊരു പ്രകോപനം അല്ലെങ്കിൽ വലിയ തരത്തിലൊരു പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. സർക്കാരിനും പോലീസിനുമെതിരെ വീണ്ടും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ വനിതാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ബാരിക്കേഡിന് മുന്നിൽ നിന്ന് ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. അവർ സർക്കാരിനും പോലീസിനുമെതിരെ വലിയ തരത്തിൽ വീണ്ടും പ്രതിഷേധം തീർത്തുകൊണ്ട് ഇരിക്കുകയാണ്.
ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പരിക്കേറ്റ് കിടക്കുന്ന വനിതാ പ്രവർത്തകരാണ്. ഈ ജബി മേത്തറിനടക്കം ഈ ജലപീരങ്കി ആക്രമണത്തിൽ പരിക്കേറ്റു എന്നതാണ് വനിതാ പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത്. ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം, ഇവരെ ഈ നിലത്ത് കിടക്കുന്ന വനിതാ ജബി മേത്തറെ അടക്കം, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ജബി മേത്തറുടെ ദൃശ്യങ്ങളാണ്. ഈ ജലപീരങ്കി ആക്രമണത്തെ തുടർന്ന്, ജലപീരങ്കി പ്രയോഗിച്ചതിനെ തുടർന്ന് ഈ പരിക്കേറ്റു എന്നതാണ് ഇപ്പോൾ പറയുന്നത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ജബി മേത്തർ MPയെ ഈ വനിതാ പ്രവർത്തകർ ചേർന്ന് ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. ജബി മേത്തർ MPയുടെ നേതൃത്വത്തിലായിരുന്നു ഈ മഹിളാ കോൺഗ്രസ് നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. വലിയ തരത്തിലൊരു പ്രതിഷേധം തുടക്കം മുതൽ സർക്കാരിനെതിരെയും ഒപ്പം മന്ത്രിമാർക്കെതിരെയും അടക്കം മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പിന്നീട് അത് ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് അതൊരു സംഘർഷത്തിലേക്ക് പോയത്. ഇപ്പോൾ ഈ ജബി മേത്തറയും എടുത്തുകൊണ്ട് ഈ വനിതാ പ്രവർത്തകർ MG റോഡിലേക്ക് നീങ്ങുകയാണ്. ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും ആംബുലൻസ് അടക്കം ഇത്രയും വേഗം സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുമുള്ള ഒരു ആവശ്യമാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ജബി മേത്തർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് വലിയ പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി തന്നെ ജബി മേത്തറയുമായും ഇപ്പോൾ ഈ MG റോഡിലേക്ക് പ്രവർത്തകർ നീങ്ങുന്നത്. വലിയ തരത്തിലൊരു പ്രതിഷേധം, മുദ്രാവാക്യമടക്കം വനിതാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇപ്പോൾ ഈ പ്രധാന റോഡ് ഉപരോധിക്കാനുള്ള ഒരു ശ്രമമാണ്, ഒരു രീതി കൂടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിഷേധമാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ റോഡ് ഉപരോധിക്കുകയാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ. അവിടെ പരിക്കേറ്റ് കിടന്നിരുന്ന ജബി മേത്തറെ ഈ റോഡിൽ എത്തിച്ചു. ഇപ്പോൾ റോഡിൽ വീണ്ടും ഇരുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം നടക്കുന്നു. നിരവധി വാഹനങ്ങൾ ഇപ്പോഴും ഈ റോഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള മറ്റൊരു സമരരീതി കൂടി മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ കഞ്ഞിക്കലങ്ങളും ഉയർത്തിക്കാട്ടി മുദ്രാവാക്യം വിളിച്ചും പാട്ടുപാടിയുമുള്ള ഒരു പ്രതിഷേധമായിരുന്നു മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. പിന്നീട് പ്രതിപക്ഷ നേതാവ് എത്തുകയും ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവും ഉയർത്തി. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് മടങ്ങിയതിന് പിന്നാലെ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി ആദ്യം പ്രവർത്തകർ പ്രതിഷേധിച്ചു. പിന്നീട് ഈ പ്രതിഷേധത്തിന് പിന്നാലെ ബാരിക്കേഡിന് താഴെ പ്രവർത്തകർ ഇറങ്ങുകയും ബാരിക്കേഡ് മറികടക്കാനും ബാരിക്കേഡ് തള്ളി മറികടക്കാനുമുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതോടെയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പിന്നീട് ജലപീരങ്കി പ്രയോഗിക്കുമ്പോഴും പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ കൂട്ടാക്കിയില്ല. മൂന്നാമത് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെയാണ് ഒന്നിലധികം വരുന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റത്. ഇപ്പോൾ ഈ പരിക്കേറ്റ ജബി മേത്തർ MPയെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഇപ്പോൾ പോലീസ് വാഹനം എത്തിയിട്ടുണ്ട്. പോലീസ് വാഹനത്തിലാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെയാണ് ജബി മേത്തർ MPക്ക് ചില ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ പോലീസ് വാഹനത്തിൽ ജബി മേത്തർ MPയെ ഈ സമര സ്ഥലത്ത് നിന്ന് മാറ്റുകയാണ്. ജനറൽ ആശുപത്രിയിലേക്കായിരിക്കാം ഇപ്പോൾ MPയെ കൊണ്ടുപോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മറ്റൊരു പ്രവർത്തകയ്ക്കും ഈ ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും മഹിളാ കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച് അവസാന ഘട്ടത്തിൽ വലിയ സംഘർഷത്തിലേക്ക് എത്തി നിൽക്കുന്നു. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം വനിതാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. സമാധാനപരമായി ആരംഭിച്ച ഒരു പ്രതിഷേധ മാർച്ചാണ് ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ, ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പ്രവർത്തകർ പല ഇടങ്ങളിലേക്കായി ചിതറി മാറിയെങ്കിൽ കൂടിയും ഇപ്പോൾ ഈ പ്രവർത്തകർക്ക് പരിക്കേറ്റതോടുകൂടി തന്നെ കൂടുതൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ജബി മേത്തർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജബി മേത്തർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം, വലിയ സമരം ഇപ്പോൾ ഈ വനിതാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പോലീസ് വാഹനത്തിലാണ് ജബി മേത്തറെ ഇവിടെ നിന്ന് മാറ്റുന്നത്. ഈ ജലപീരങ്കിയെ തുടർന്നാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ഇപ്പോൾ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമവും ഉണ്ടാകുന്നത്. ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കാരണം ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യം അറിഞ്ഞ് കൂടുതൽ പ്രവർത്തകർ, കൂടുതൽ നേതാക്കളടക്കം ഈ സമരമുഖത്തേക്ക്, ഈ സമരം നടക്കുന്ന പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. എന്തായാലും പോലീസിനെതിരെ ഇപ്പോഴും പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. കൂടുതൽ അപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ നിയമസഭയിലേക്കുള്ള മാർച്ചായിരുന്നു. ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. കഞ്ഞിക്കലങ്ങളും ഏന്തി വിലവർദ്ധനയ്ക്കെതിരെയായിരുന്നു, അവശ്യ സാധനങ്ങൾക്കടക്കമുള്ള വിലവർദ്ധനയ്ക്കെതിരെയായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം. പലയാവർത്തി ജലപീരങ്കി പ്രയോഗമുണ്ടായി. ജബി മേത്തർ MPക്ക് അടക്കം പരിക്കുണ്ട് എന്ന് പറയപ്പെടുന്നു. അവരെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇത് ജസ്റ്റ് ജലപീരങ്കി മാത്രമാണല്ലോ എന്ന് കാണുന്നവർ കരുതരുത്. ആ ജലപീരങ്കി അത്യാവശ്യം
അത്യാവശ്യം നല്ല ശക്തിയിലാണ് അടിക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ പരിക്കേൽക്കാനുള്ള ശക്തിയുള്ള ജലപീരങ്കി തന്നെയാണ്. അപ്പോൾ അവിടെ പ്രതിഷേധം തുടരുകയായിരുന്നു. വലിയ സംഘർഷത്തിലേക്ക് പോയില്ലെങ്കിലും ആ സമരം അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് നിയമസഭയ്ക്ക് മുന്നിൽ.